വരികൾക്കിടയിൽ നിന്നും വീണ് കിട്ടുന്ന നല്ല ചിന്തകൾക്ക് പുസ്തകം പറഞ്ഞു തന്നയാൾക്ക് നന്ദി പറയാറുണ്ട്. ആമുഖത്തിൽ തുടങ്ങി ഇനിയും തുറന്നിട്ടില്ലാത്ത താളുകളുടെ ഉന്മാദിപ്പിക്കുന്ന ഗന്ധത്തിലൂടെ അവസാനത്തെ പേജും പൂർത്തിയാകുന്നവരെയുള്ള യാത്ര. നന്ദി പറയാൻ ബാക്കി വെച്ച കണക്കാവും കൂടുതലുണ്ടാകുക. ചിന്തകൾ സമ്മാനം തന്ന എഴുത്തുകാരനെ ഞാൻ കാരണം എന്നെങ്കിലും ഒരിക്കൽ 100 പേരെങ്കിലും ആദ്യമായി അറിയണം എന്ന സ്വകാര്യ അഹങ്കാരം. ഒരു ആയുസ്സിൻ്റെ മുഴുവൻ അനുഭവങ്ങളും ചിന്തകളും ആറ്റിക്കുറുക്കി അക്ഷരങ്ങളെ ഗർഭം ധരിക്കാൻ പുസ്തകങ്ങൾക്ക് അനുവാദം കൊടുക്കുന്ന ഓരോ എഴുത്തുകാർക്കുമുള്ള ആത്മസമർപ്പണമാണ് ദ ലോസ്റ്റ് ആർട്ട് ഓഫ് റീഡിംഗ്. കുട്ടികൾ കിച്ചൺ ടോയ് സെറ്റൊക്കെ വെച്ച് കളിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാചകം ചെയ്യുന്ന മുതൽ ചായ ഒഴിച്ച് തരുന്നവരെ എന്ത് റിയലായിട്ടാണ് അവർ അനുകരിക്കുന്നത്? ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ ചുറ്റിനും ദിവസേന കാണുന്നത് എന്തും എത്ര ശ്രദ്ധയോടുകൂടിയിട്ടാണ് അവർ ഒബ്സർവ് ചെയ്യുന്നത്. നിങ്ങൾ നല്ലൊരു മാതൃകയാവുക എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിലേക്കും കുഞ്ഞുങ്ങളെ എത്തിക്കാനുള്ള ആദ്യത്തെ വഴി. അച്ഛനും അമ്മയാണ് അവരുടെ ആദ്യത്തെ ഹീറോസ്. നിങ്ങൾ ദിവസം ചെയ്യുന്നത് എന്തും അനുകരിക്കേണ്ടുന്ന സ്വഭാവ ഗുണങ്ങളാണെന്ന് പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർ പഠിച്ചെടുക്കും. ഈ പാട്ട് പാടുന്ന അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസൊക്കെ കൈകാര്യം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ വീട്ടിൽ വളരുന്ന കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൻ്റെയും കളികളുടെയൊക്കെ ഭാഗമായിട്ടത് മാറും. അവർക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾക്ക് വായിച്ചു തുടങ്ങാൻ പറ്റുമോ? നല്ല ഗുണപാഠമുള്ള കഥകളും കാര്യങ്ങളൊക്കെ ആദ്യം വായിച്ചു കൊടുക്കാം. നല്ല ചിത്രങ്ങളും പതുവെത്ത തൂവലുള്ളതും തിളക്കമുള്ളതൊക്കെ ആയ കാര്യങ്ങൾ ചേർത്തുണ്ടാക്കിയ കുഞ്ഞ് വലിയ പുസ്തകങ്ങൾ ആദ്യകാല തിരഞ്ഞെടുപ്പുകളായ നല്ലത്. പാറ്റ് സൈറ്റ്ലോ മില്ലർ എഴുതിയ ബി കൈൻഡ് എന്നൊരു പുസ്തകമുണ്ട്. വാട്ട് ഡസ് കൈൻഡ്നെസ് മീൻ ടു യു എന്നാണ് അതിൻ്റെ ഇതിവൃത്തം. മനോഹരമായി എഴുതി വെച്ചൊരു കുഞ്ഞു കഥയിലൂടെ ദയയും കമ്പാഷനൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പുസ്തകമാണ്. ഏത് തരം എൻ്റർടൈൻമെൻറ്റ് ആർട്സിൻ്റെയും കാതൽ എന്ന് പറയുന്ന ഒരു കഥയല്ലേ നല്ലൊരു സ്റ്റോറി ബോർഡ്. ഇന്നത്തെ കാലത്തിനനുസരിച്ചിട്ട് കുട്ടികൾ വളർന്നു വരുന്ന രീതി എത്ര മാറിയെന്ന് പറഞ്ഞാലും ഉറങ്ങാൻ പോകുന്ന നേരത്ത് പറഞ്ഞു കൊടുക്കുന്ന കഥകൾ, ബെഡ് ടൈം സ്റ്റോറീസ് എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നതാണ്. കഥകളുടെയും അക്ഷരങ്ങളുടെയും വലിയ ലോകത്തേക്കുള്ള അവരുടെ ആദ്യത്തെ പാസ്പോർട്ട്. ഇങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കള്ള കഥകൾ ഉണ്ടാക്കുന്നതിന് പകരം ചെറിയൊരു എഫേർട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് ബെഡ് ടൈം സ്റ്റോറീസ് കിട്ടും. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ഡ്രമാറ്റിക് എബിലിറ്റീസും ഉപയോഗിക്കണം. ആക്ഷനും എക്സ്പ്രഷനൊക്കെ മാറ്റി മുമ്പിലൊരു സിനിമ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന പോലെയുള്ളത്ര അതിനുള്ള ആക്ടറും ഡയറക്ടറൊക്കെ നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അവരെ ഉറക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ടോണാലിറ്റി കൂടി ശ്രദ്ധിക്കണം. ശബ്ദവ്യതിയാനം ഇപ്പോൾ ഒരേ തരത്തിലുള്ള കൃത്യമായ ഇടവേള വെച്ചിട്ടുണ്ടാക്കി അപ്പ് ആൻഡ് ഡൗൺ പോലെ പോകുന്ന ശബ്ദങ്ങൾ മസ്തിഷ്ക നാഡീവ്യൂഹങ്ങളെ തളർത്തുന്നതാണ്. പെട്ടെന്ന് ഉറക്കം വരും. നമ്മൾ ഹിപ്നോസിസൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. താരാട്ടിൻ്റെ മനഃശാസ്ത്രം ഇതാണ്. ഇപ്പോൾ താരാട്ടിൻ്റെ രീതിയിലുള്ള ഏതെങ്കിലും ഒരു പാട്ടെടുക്കൂ നമുക്ക്. വരം തന്ത സ്വാമിക്ക് പദമാനലാലി രാജാതിരാജനുക്ക് ഇടമാനലാലി രാരീ രാരീ രാരീരോ. കിട്ടിയോ? ഓക്കെ, ഒരു ഉദാഹരണം കൂടി തരാം. പണ്ട് ഉച്ചക്ക് ഈ ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ റേഡിയോയിലൊരു പരിപാടി വരും. നൊസ്റ്റാൾജിയ. വയലും വീടും പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. മിക്കവാറും ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ തന്നെ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവും. ടോണാലിറ്റി ഉച്ചയ്ക്ക് ശേഷം സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ് വെക്കരുതെന്ന് പറയുന്നതിൻ്റെയും കാരണം ഇതാണ്. കുട്ടികൾ പെട്ടെന്ന് അഡിക്റ്റാവും ഈ ഒരു രീതിക്ക്. ഒരു കഥയെങ്കിലും കേൾക്കാതെ ഉറങ്ങാൻ പറ്റില്ല എന്നാവും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുസ്തകങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത്. ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണാതെ പറയാനറിയാവുന്ന കഥകളുണ്ടെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ പോലും അവരെ മടിയിലിരുത്തി പുസ്തകങ്ങൾ തുറന്നു വെച്ച് പോയിൻ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ഈ കേൾക്കുന്ന 100,000 നല്ല കഥകളിലൊക്കെ ഉറവിടം പുസ്തകം എന്ന് പറയുന്ന വലിയ മാജിക്കാണെന്ന് അവർക്ക് മനസ്സിലാവും. നമ്മൾ പകുതി ജയിച്ചു. പിന്നീട് ഒരു ദിവസം പുസ്തകങ്ങൾ കളിപ്പാട്ടത്തിനേക്കാളും പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് കാര്യം അവർ ഉറപ്പിച്ചോളും. ഒരു കഥയുണ്ട്. അയാൾക്ക് തീരെ സമയമില്ല അത്രേ. ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ കണക്ക് നോക്കുന്ന ജോലിയാണ്. കണക്കുകളൊക്കെ നോക്കി വീട്ടിലുള്ളവരെ പോലും കാണാൻ പറ്റാണ്ടായിട്ടുണ്ട്. ഒരു ദിവസം മോൻ അടുത്ത് വന്നിട്ട് വിളിച്ചു. അപ്പോൾ എഴുത്ത് നിർത്തിയിട്ട് അയാൾ കാണിച്ചു. അയാളെ തൊട്ടുകൊണ്ട് അച്ഛന് മാസം എത്ര പൈസ കിട്ടുമെന്ന് ചോദിച്ചു. ഇയാൾക്ക് കൗതുകമുണ്ട്.
25,000 പറഞ്ഞു. തലയാട്ടിയിട്ട് കുട്ടി പോയി. അദ്ദേഹം എഴുത്തും കുത്തും തുടർന്നു. കുറച്ച് കഴിയുമ്പോൾ കയ്യിലൊരു പഴയ പൗഡറിൻ്റെ ടിന്നൊക്കെ ആയിട്ട് ആൾ തിരിച്ചു വന്നു. പറഞ്ഞു, അച്ഛാ, മാളുവും ഞാനും കഴിഞ്ഞ വിഷുവിൻ്റെ അന്ന് തൊട്ട് ചേർത്ത് വെച്ച പൈസയാണ്. അച്ഛൻ്റെ ഒരു ദിവസത്തെ ശമ്പളം പോലെ ഉണ്ടാവും. ഇതൊന്ന് എടുത്തിട്ട് നമ്മളോട് ഒരു ദിവസം കളിക്കാൻ വരുമെന്ന് ചോദിച്ചത്രേ. ആർക്കും സമയമില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു ബെഡ് ടൈം സ്റ്റോറി പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു 10 മിനിറ്റ് ലക്ഷറിയെങ്കിലും കുട്ടികൾക്ക് കൊടുത്തൂടെ? സാന്ദ്ര ഹോവാർട്ടിൻ്റെ സ്ലീപ്പി ഹെഡ്സ് എന്ന് പറഞ്ഞൊരു ക്യൂട്ട് ബുക്കുണ്ട്. ഇങ്ങനെ ഉറങ്ങാൻ പറഞ്ഞു കൊടുക്കാൻ താരാട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ട ഏറ്റവും നല്ല ടൈറ്റിലാണ്. നല്ല വാമത്തുള്ള ചിത്രങ്ങളൊക്കെയുള്ള ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറേ മാസത്തേക്ക് ഇതൊന്നും മതിയാവും. ഇത് തന്നെ പിന്നെയും പിന്നെയും പറയാൻ അവർ നിർബന്ധിക്കും. അടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ ഇതേ കഥ വളരെ നന്നായിട്ട് വായിച്ചു തരുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു, ദ സ്റ്റോറി ടൈം ഫാമിലി. വിദേശത്തുള്ള ആരുടെയോ ആണ്, പക്ഷേ ഇങ്ങനത്തെ ഒരുപാട് കഥകളുണ്ട് അതിൽ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നീട് സ്വയം വായിച്ചു തുടങ്ങുന്ന സമയത്ത് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള വിഷയങ്ങളുള്ള പുസ്തകങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. ഡോണ്ട് ഡു ദാറ്റ് മിസ്റ്റേക്ക്. അവരുടെ കുഞ്ഞിഷ്ടങ്ങൾ നോക്കിയിട്ട് അതിലേക്ക് അവരെ കൂടുതൽ ഡ്രാഗ് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കണം. ഇപ്പോൾ കാർട്ടൂണിലും മറ്റും കാണുന്ന മിക്കവാറും കഥാപാത്രങ്ങളെല്ലാം പുസ്തകങ്ങളിലും ഇല്ലേ? നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ്, കുട്ടികളാണ് അവർക്കൊന്നും അറിയില്ല എന്നുള്ളൊരു വർത്താനുണ്ട്. വലിയ പാരൻറ്റിങ് മിസ്റ്റേക്കാണ്. നിങ്ങൾക്ക് എല്ലാം അറിയോ? വെൻ വാസ് ദ ലാസ്റ്റ് ടൈം യു ലേൺ സംതിങ് ന്യൂ? പുതിയതായി ഒരു കാര്യം നിങ്ങൾ പഠിച്ച ഏറ്റവും അവസാനത്തെ ദിവസം എപ്പോഴാണ്? ആലോചിക്കുക. കുട്ടികൾ അങ്ങനെയല്ല. അവർ ദിവസവും എത്ര കാര്യങ്ങളാണ് പുതിയതായിട്ട് പഠിക്കുന്നത്, എത്ര കുഴപ്പിക്കുന്ന സംശയങ്ങളാണ് അവർ ചോദിക്കുന്നത്. ഉത്തരം നിങ്ങൾക്ക് അറിയാത്തതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ പ്രായത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതാവും. പക്ഷേ ഡോണ്ട് ഇഗ്നോർ ദം. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എന്നല്ലേ ഉള്ളൂ. എൻ്റെ ചെറുപ്പത്തിൽ ഒരു LP സ്കൂളൊക്കെ കഴിയാറാകുമ്പോൾ ഏറ്റവും പ്രഷ്യസായിട്ട് കണ്ടിരുന്ന 2 പുസ്തകങ്ങളുണ്ടായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ എന്തുകൊണ്ട്, പിന്നെ എങ്ങനെ. ഞാനാണെങ്കിൽ ഭയങ്കര സംശയക്കുടുക്കുകയാണ്. എന്ത് കണ്ടാലും ചോദ്യമാണ്. ദിസ് ഹെൽപ്പ് മീ അലോട്ട്. കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് വീട്ടിലുണ്ടായിട്ടില്ല. അപ്പോൾ വീട്ടിനടുത്ത് 2 ചേച്ചിമാരുണ്ട്, ദീപേച്ചിയും ധന്യേച്ചിയും. അവരുടെ വീട്ടിൽ പോയിട്ട് വേണം വായിക്കാൻ. ചെറിയ പുസ്തകങ്ങളെല്ലാം കൊണ്ടുവന്ന് തരും. ഇത് കുറച്ച് വലുതല്ലേ, എന്തുമാത്രം അറിവാണെന്ന് അറിയാം. നമുക്ക് വായിച്ചിട്ടും അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ പിന്നെ ദീപേച്ചി ട്യൂഷൻ എടുത്ത് തരുവായി. ഷീസ് ആൻ എക്സലൻറ്റ് സ്റ്റോറി ടെല്ലർ, ഗംഭീര ടീച്ചറായിരുന്നു. അപ്പോൾ നോട്ട് ഡൗൺ ദിസ് മാജിക് വേർഡ്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അവരുടെ വെബ്സൈറ്റ് ലിങ്ക് നമുക്ക് താഴെ ചേർക്കാം. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നും ചില സമയത്ത്. എത്രയോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കഥകളും കാര്യങ്ങളും കുട്ടികളുടെ മനസ്സിലൂടെ നോക്കി എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു ശ്രീനിവാസ രാമാനുജൻ്റെ ജീവകഥ പറയുന്ന പോലെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, കഥാപുസ്തകം പോലെ. അത് വായിച്ചതുകൊണ്ട് കണക്കിനോട് കുറേ ഇഷ്ടം തോന്നിയിരുന്നു ഒരു സമയത്ത്. അന്ന് വരെ ഏറ്റവും ഇഷ്ടമില്ലാത്ത വിഷയം മാത്തമാറ്റിക്സ് ആയിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഓഫീസ് തൃശ്ശൂരാണ്. നേരത്തെ കാണിച്ച എന്തുകൊണ്ട് എന്ന് പറയുന്ന പുസ്തകം ഇത് മാതൃഭൂമി ബുക്സിലുണ്ട്, 32ാം പതിപ്പ്. ഇനിയിപ്പോൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകണ്ട, ശ്രദ്ധിക്ക്. വെബ്സൈറ്റിൽ ഓർഡർ ചെയ്ത ഒരു 2-3 ദിവസത്തിനുള്ളവർ വീട്ടിലേക്ക് എത്തിച്ചു തരും. ഓക്കെ. 1-ൽ കൂടുതൽ പുസ്തകങ്ങൾ ഒരു സമയത്ത് മേടിച്ചു കൊടുക്കരുത് കേട്ടോ. പണ്ട് മാജിക്ക് പഠിക്കുന്ന സമയത്ത് ഈ നെക്സ്ട്രിക് സിൻഡ്രോം എന്ന് പറയുന്നൊരു ട്രാപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന എഫക്റ്റ് മുഴുവനാക്കാൻ ശ്രമം കാണിക്കാതെ അടുത്ത എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി, ഒരു ധൃതി. അവസാനം നിശ്ചിത സമയത്തിനകത്ത് 2 നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. ദ മാൻ ചേസസ് 2 റാബിറ്റ്സ് ക്യാച്ചസ് നൺ. വലിച്ചുവാരി ഒരുപാട് പുസ്തകങ്ങൾ ഒരുമിച്ച് മേടിച്ചു കൊടുക്കണ്ട. ലെറ്റ് ദം ഏൺ ഇറ്റ്. ഈ ക്രോസ് വേർഡൊക്കെ പോലെയുള്ള സ്ഥലങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അവരെ കൊണ്ടുപോകും. അവരെ എക്സൈറ്റഡ് ആക്കാൻ പാകത്തിനാണ് അവിടെ കിഡ് സെഷനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടാവുക. അത് വേണം ഇത് വേണം എന്നൊക്കെ ആവും. പക്ഷേ ഒറ്റൊരെണ്ണം അത് നേരത്തെ പറഞ്ഞ് ഉറപ്പിക്കണം. ആ സമ്മാനം ഏൺ ചെയ്യാൻ അവരെ കൊണ്ട് ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യിക്കണം. ബർത്ത്ഡേ പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ പുസ്തകം ഗിഫ്റ്റായിട്ട് കൊടുക്കാനും കൊടുപ്പിക്കാനും ശീലാക്കാം. നിങ്ങൾ എന്തായാലും മേടിച്ചു കൊടുക്കും, പക്ഷേ പ്ലേ അലോങ്. വിയറ്റ്നാം കോളനി സിനിമയിൽ പറയുന്ന ഒരു ഗംഭീര ടാക്റ്റിക് ഉണ്ട്, സൂപ്പറാണ്. കമ്പനിയുമായിട്ടുള്ള ചർച്ച നടക്കുകയാണ്. അപ്പോൾ കോളനിക്കാർ ആവശ്യപ്പെട്ട ഡിമാൻഡുകളൊന്നും ഇപ്പോൾ കൊടുക്കരുതെന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ MD ജഗന്നാഥ വർമ്മ ചോദിക്കും, എന്താണ് നമ്മൾ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ ഇപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയും,
നമ്മളിത് അവർക്ക് വെച്ച് കിട്ടുന്ന ഔദാര്യമായി അവർക്ക് തോന്നരുത്. നമ്മുടെ കയ്യിൽ നിന്നും ബലമായി മേടിച്ചെടുക്കുന്ന അവകാശമായിട്ട് തോന്നണം. കിട്ടിയോ? ശരിയല്ലേ? അവരായിട്ട് ഏൺ ചെയ്യുന്നതാകുമ്പോൾ ദേ ഓൺ ഇറ്റ് കൈൻഡ് ഓഫ് ഫീൽ. അവരത് കൂടുതൽ ഇൻറ്റിമേറ്റ് ആക്കും, വാല്യൂ ചെയ്യും. ഇതിൻ്റെ കൂടെ പുസ്തകങ്ങൾ എത്രത്തോളം ബഹുമാനിക്കണമെന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ കാണിച്ചു കൊടുക്കണം. പറഞ്ഞു കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, കാണിച്ചു കൊടുക്കണം. നമ്മൾ പണ്ട് പുസ്തകം നിലത്ത് വീഴുമ്പോഴും അറിയാതെ ചവിട്ടിയിൽ ഇങ്ങനെ തൊട്ടുതല്ലിൽ വെക്കുമല്ലേ. ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അമ്മമാർക്ക് കുട്ടികളെ അടുത്ത് കിട്ടുന്നില്ല. പുസ്തകവും പേനയൊന്നും അശ്രദ്ധയോടെ വലിച്ചു വാരിയിടരുത്. എടുത്തു കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് തിരിച്ച് വെക്കണമെന്ന് തീരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കണം. എത്ര പെട്ടെന്നാണ് അവർ പഠിക്കുന്നതെന്ന് കണ്ട് നിങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. നന്നായി ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് വളരും, നല്ല ഭംഗിയുണ്ടാകുന്നൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ? അതുപോലെ നല്ലോണം വായിച്ചാൽ കൂടുതൽ ബുദ്ധി ഉണ്ടാകുന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സാധാരണ പോസിറ്റീവ് തിങ്കിങ്, ക്രിയേറ്റീവ് ഇമാജിനേഷൻ, പിന്നെ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആക്കാം എന്നുള്ള ഗുണങ്ങളൊക്കെയാണ് വായിക്കുന്നതിന് പറയുക. അതിൻ്റെ ഒപ്പം പാരൻറ്റിങ് എന്നുള്ള വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യം, അത് ഒരുപാട് എളുപ്പമാക്കാൻ അവർക്ക് റീഡിങ് എബിലിറ്റി ഉണ്ടാക്കുന്നതിലൂടെ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഏൽപ്പിക്കുന്ന പുസ്തകങ്ങൾ അത്രയും യോജിച്ചതാവണം. ജോആന സ്പൈറി എന്ന് പറയുന്ന ഓതറിൻ്റെ ഹെയ്ഡി എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്, സ്പെക്ടാക്കുലർ. പണ്ട് മുട്ടത്ത് ഇറക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ട്, കുഞ്ഞു പുസ്തകം അത് വായിച്ചിട്ട് എൻ്റെ ചേച്ചിയോട് ഭയങ്കര സ്നേഹക്കൂടുതൽ, അവരോട് തല്ലുണ്ടാക്കിയ സമയങ്ങളെല്ലാം ആലോചിച്ച് കരച്ചിൽ. ആ ഒരു ചെറിയ പുസ്തകത്തിന് അങ്ങനെ ഒരു മൂവ് ഉണ്ടാക്കാൻ പറ്റിയെന്നാണ്. നേരത്തെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ ടോട്ടോച്ചാൻ ഇതുപോലെ വായിക്കാൻ പറ്റുന്ന പുസ്തകമാണ്. വായനാശീലത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഒരു മുഴുവൻ നീള ലെക്ചർ കൊടുത്തോണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ സംസാരത്തിൽ ഉപദേശം എന്നുള്ളൊരു ടോൺ ചെറുതായിട്ട് വന്നാൽ പോലും അവരത് മനഃപൂർവ്വം ഡിസ്കണക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പെർsuasion ടെക്നിക്കൊക്കെ. വായന എന്ന് മാത്രമല്ല, ഏത് കാര്യത്തിലും അവർ ഇഷ്ടമുണ്ടാക്കാൻ സെറ്റിലായിട്ടുള്ള പെർsuasion ടെക്നിക്ക് ആവാം. ഇപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുത്താനാണ് അവരെ പഠിപ്പിക്കേണ്ടതെങ്കിൽ ആദ്യം അവരുടെ ഇഷ്ടം നോക്കുക, ഒരു കോമൺ ഇഷ്ടം. ഇപ്പം ഹാരി പോട്ടർ ഇഷ്ടമാണെന്ന് വിചാരിക്കും. അപ്പോൾ പറയാം, അമേരിക്കയിൽ ഒർലാൻഡോ പറയുന്ന സ്ഥലത്ത് യൂണിവേഴ്സൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഹോഗ്വാർഡ് മാജിക് സ്കൂളൊക്കെ സിനിമയിൽ കാണുന്ന അതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വെർച്വൽ റിയാലിറ്റി മാജിക് പോലെ. അതിൽ ഹാരി പോട്ടർ ഇങ്ങനെ പറന്ന് ഫുട്ബോൾ കളിക്കില്ലേ, ക്വിഡിച്ച് അല്ലേ? അപ്പോൾ ആ ഗെയിം ഹാരി പോട്ടറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഉണ്ടാവുന്ന പോലെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാജിക്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തെന്ന് വിചാരിക്കും. അപ്പോൾ കടലിൻ്റെ അപ്പുറത്തുള്ള കുറേ രാജ്യങ്ങളുള്ള മാപ്പിൽ ഈ ഒരു സ്ഥലത്ത് മാത്രം, ഈ ഒരു സ്ഥലത്തിന് അവരുടെ മനസ്സിൽ വേറെ തന്നെ ഒരു കളറായിരിക്കും. വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും വേറെ വേറെ താല്പര്യങ്ങളാവും അല്ലേ? ഡിജിറ്റൽ ഗെയിമിംഗ്, സ്പോർട്സ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവരെ വേണ്ടുന്ന രീതിയിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി ചെറുതായി പെർsuade ചെയ്ത് ആപ്റ്റായിട്ടുള്ള പുസ്തകങ്ങൾ മേടിച്ചു കൊടുത്താൽ വായനാശീലം എന്നും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിൻ്റെ സിഗ്നേച്ചർ പോലെയാക്കാം. ശരീരം വളരുമ്പോൾ, പിന്നീട് ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ, അങ്ങനെയുള്ള സമയത്ത് കുട്ടിക്കഥകളിൽ നിന്ന് നല്ല നല്ല നോവൽ പോലെയുള്ള വായനയിലേക്ക് ഒരു അപ്ഗ്രേഡ് കൊടുക്കും. ഇത്രയും നാൾ ഭാര്യ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ സുൽത്താൻ മോണാർക്ക് ഷഹരിയാർ അവരുടെ ശിരച്ഛേദം നടത്താൻ ഉത്തരവിട്ടു. അവിടെ കൊണ്ട് തീർന്നില്ല. വിദ്വേഷം നിറഞ്ഞ ആ മനസ്സ് ഇനിമേൽ ഒരു സ്ത്രീയും തന്നെ ചതിക്കരുത് എന്ന ചിന്തയിൽ അതിക്രൂരവും വിചിത്രവുമായ മറ്റൊരു തീരുമാനത്തിലെത്തി. ഓരോ പകലും പുതിയൊരു സ്ത്രീയെ കല്യാണം കഴിക്കുക, തൊട്ടടുത്ത പകൽ അവരെ കൊന്നുകളയുക. സുൽത്താനോടുള്ള ഭയവും പ്രലോഭനങ്ങളും ഒക്കെ ആവാം. വർഷങ്ങളോളം ഇത് തുടർന്നു, ഷെഹ്റസാദ് എന്ന സുന്ദരിയായ പെൺകുട്ടിയെ അറിയുന്നതുവരെ. അതിബുദ്ധിമതിയും നല്ല വായനാശീലമുള്ളവളുമായിരുന്നു ഷെഹ്റസാദ്. വീട്ടുകാർ കേണ് അപേക്ഷിച്ചിട്ടും അവൾ കല്യാണത്തിൽ നിന്ന് പിന്മാറിയില്ല. ആദ്യ രാത്രി ഷെഹ്റസാദ് സുൽത്താൻ ഒരു കഥ പറഞ്ഞു കൊടുത്തു. പാതിരാത്രി ആയപ്പോഴേക്കും വിഭ്രമിപ്പിക്കുന്ന ഒരു ക്ലിഫ് ഹാങ്ങറിൽ അവൾ കഥ നിർത്തി. സുൽത്താൻ എത്ര നിർബന്ധിച്ചിട്ടും കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾ തയ്യാറായില്ല. ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തിവെച്ച കഥയുടെ ബാക്കി ഭാഗം കേൾക്കാനാവില്ലെങ്കിലോ എന്ന ഭയത്തോടുകൂടി തന്നെ അന്ന് രാത്രി എപ്പോഴോ സുൽത്താൻ ഉറങ്ങി. അടുത്ത ദിവസം ഷെഹ്റസാദ് കഥ തുടർന്നു. ഇത് പതിവായി. കഥ തീരാതെ സുൽത്താൻ അവരെ കൊല്ലാൻ പറ്റില്ല എന്ന് വന്നു. തൻ്റെ വശ്യതയുള്ള കഥ പൂർത്തിയാക്കാൻ 1000 ദിവസങ്ങൾ പിന്നിട്ട ആ സ്ത്രീ ഇനി തന്നെ കൊന്നോളൂ എന്ന് സുൽത്താനോട് പറഞ്ഞു. ലോകം കണ്ട ഏറ്റവും നല്ല സ്റ്റോറി ടെല്ലറായ ഷെഹ്റസാദിനോട് അതിനകം അങ്ങേയറ്റം പ്രണയത്തിലായിരുന്ന സുൽത്താൻ്റെ മനസ്സ് പറയാതെ ബാക്കി വെച്ച സാഹിത്യം. ഈ കഥ നിങ്ങൾക്കൊക്കെ അറിയാം, 1001 അറേബ്യൻ രാവുകൾ.
ഇത്രയും ക്രൂരനായൊരു സുൽത്താനെ മാറ്റിയെടുക്കാൻ, മയക്കിയെടുക്കാൻ ഷെഹ്റസാദ് ഉപയോഗിച്ച കഥകൾ നിങ്ങളുടെ കുട്ടികൾക്ക് മതിയാവില്ലാന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് കഥകളായില്ലേ. കുറേ കൂടി വലുതാകുമ്പോൾ വിക്രമാദിത്യ കഥകൾ, പഞ്ചതന്ത്ര കഥകളൊക്കെ ഇതേപോലെ നല്ല കുടുക്കുകളുള്ള പുസ്തകമാണ്. ഇനി ഒരെണ്ണം, ഇത് സ്പെഷ്യലാണ്. ലോസ്റ്റ് ആർട്ട് ഓഫ് റീഡിങ്ങിൻ്റെ യാത്രയിൽ കൂടിയ ആൾക്കാർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കുറച്ച് പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യണമെന്ന് ലാലേട്ടനോട് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന ആദ്യത്തെ പുസ്തകമാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമല. നോ വണ്ടർ, കുട്ടികൾക്ക് മാത്രമല്ല ഏത് പ്രായക്കാർക്കും ഒരേപോലെ വായിക്കാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് വായനാനുഭവം. അദ്ദേഹം പറഞ്ഞു തന്ന ബാക്കി പുസ്തകങ്ങൾ സന്ദർഭം പോലെ പറഞ്ഞു തരാം. ഈ സീരീസിൽ നമ്മൾ ഇതുവരെ ഷെയർ ചെയ്ത എല്ലാ കാര്യങ്ങളും സമയം പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവർക്ക് മനസ്സിലാവാറാകുമ്പോൾ. ഒന്നുകൂടെ പറയുകയാണ്, വായനയുടെ ഒരു ഘട്ടത്തിലും നിങ്ങൾക്ക് വേണ്ടുന്ന വിഷയത്തിലേക്കോ പുസ്തകത്തിലേക്കോ അവരെ തള്ളിവിടരുത്. അവരെ അതിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ സെറ്റിൽ പെർsuasion അല്ലാതെ അതിന് ശ്രമിച്ചാൽ വായനാശീലത്തിന് ആകെ വെറുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് അവരെത്തും. എൻ്റെ അടുത്തൊരു സുഹൃത്ത് ബാംഗ്ലൂരിലുള്ള നകുൽ ഷണായി, അദ്ദേഹം ചെയ്ത വലിയ രസമുള്ളൊരു കാര്യം പറയാം. ആൾക്ക് 3 ആൺകുട്ടികളാണ്. രസമുള്ള കാര്യം അതല്ല, അവരോട് വായിച്ച് ഇഷ്ടമായ കാര്യങ്ങളെപ്പറ്റി റിവ്യൂ ഉണ്ടാക്കാൻ പറയും. ചെറിയ കുട്ടികളാണെങ്കിലും ബുദ്ധിപരമായി കൊടുക്കാൻ പറ്റിയൊരു ടാസ്ക്കായിരുന്നു അത്. ആവശ്യത്തിന് ഗൈഡൻസ് മാത്രം കൊടുത്ത് അവർ ഈ റിവ്യൂ പറയുന്നത് ക്യാമറയിൽ റെക്കോർഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഓതേഴ്സിനെ മെയിൽ ചെയ്ത് കൊടുത്തു. വിശ്വപ്രസിദ്ധരായ എഴുത്തുകാരൊക്കെ ഉണ്ട് അതിൽ. കുട്ടികൾ നല്ല സ്മാർട്ടായിട്ട് പറയല്ലേ, അതൊക്കെ കേട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ ഒരുപാട് സന്തോഷത്തോടെ ഇത് ആക്സെപ്റ്റ് ചെയ്തു, നന്ദി പറഞ്ഞ് മറുപടി അയച്ചു, സമ്മാനങ്ങൾ അയച്ചു. അവരവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്തു. എന്ത് വലിയ അംഗീകാരമാണ്. അപ്പോൾ ഓരോ നല്ല പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാലും കുട്ടികൾക്കിത് വലിയ ശീലമായിട്ടുണ്ട്. ഇനി വളർന്നു വരുന്ന സമയത്ത് പുസ്തകങ്ങളുടെ വേൾഡിനെ അവരെങ്ങനെയാണ് കാണുക? വർഷങ്ങളായി നല്ല അടുപ്പുള്ള കുറേ കൂട്ടുകാർ ചുറ്റും നിൽക്കുന്ന പോലെ ഉണ്ടാവില്ലേ? നിങ്ങളുടേതായ വഴികളിലൂടെ കുട്ടികളെ കൂടുതൽ വായിക്കാനുള്ള നല്ല പ്രോത്സാഹനം ചെയ്യാൻ നിങ്ങൾക്കും പറ്റട്ടെ. അതിനവർ വലുതാവാൻ കാത്തിരിക്കൊന്നും വേണ്ട. നമ്മൾ പറയും ഗർഭത്തിൽ 5 മാസം മുതൽ അമ്മയുടെ ചിന്തകൾ കുട്ടീനെ ബാധിക്കും എന്ന് പറയും. അന്ന് അമ്മ കേൾക്കുന്ന പാട്ടുകൾ, കാണുന്ന കാഴ്ചകൾ, വായിക്കുന്ന പുസ്തകങ്ങൾ നഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാത്തൊരു പരീക്ഷണമാണ്. നിങ്ങൾ തുടങ്ങി വെക്കൂ. അച്ഛനെ രക്ഷിക്കാൻ ചക്രവ്യൂഹത്തിന് ജീവൻ നൽകിയ അഭിമന്യുവിനെ പോലെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തിരുന്നുകൊണ്ട് തന്നെ അവർ പഠിച്ചു തുടങ്ങട്ടെ.